നമ്മളിതാ പൊളിച്ചെടുക്കുകയാണ്. ഇതിപ്പോ എവിടെയാണ്? ജമ്മു താവിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. വേണ്ടെന്നാ, കുഴപ്പമില്ല. പിന്നെ ഇത് സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം, ബ്രെഡിൽ എന്തൊക്കെയോ വെട്ടി വെച്ചിരിക്കുന്ന സാധനം, പിന്നെ തൈര്. ഈ സമയത്തെല്ലാം ഇതാ അവൻ അടുത്ത് കിടന്ന് അവൻ്റെ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒരേ ഉറക്കമാണ്. ഇവിടെ നിന്നാണ്, ന്യൂഡൽഹിയിൽ നിന്നാണ് നമ്മുടെ യാത്ര, കാശ്മീരിലുള്ള യാത്ര സ്റ്റാർട്ടാവുന്നത്. അതും വന്ദേ ഭാരതിൽ. വന്ദേ ഭാരതുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കേണ്ട, നമ്മുടെ കൂടെ വന്ന എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് വന്ദേ ഭാരത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയേ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്ക് നമ്മുടെ ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, വന്ദേ ഭാരതിലുള്ള യാത്ര എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്ക്. ന്യൂഡൽഹിയിൽ ഒന്നിറങ്ങിയിട്ട് വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നവരെല്ലാവരും നമ്മുടെ ടീമിൽ വന്നതാണ്. ഈ വന്നത് ചുമ്മാ നിൽക്കുന്നതല്ല, ഇവരെല്ലാം CCTV ക്യാമറയായിട്ട് നിൽക്കുകയാണ്. എല്ലാവരുടെ കണ്ണും കണ്ടില്ല, എല്ലാവരുടെ ഫേസിലും ഒരു CCTV ഇല്ലേ. ഇവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗുകളും കുട്ടികളെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഒന്നും ശ്രദ്ധിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. ന്യൂഡൽഹിയാണ് നമ്മൾ നിൽക്കുന്നത്, പലതും എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ കുട്ടികളുടെയും ബാഗുകളൊക്കെയാണ് ഇവരെല്ലാവരും നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്, അല്ലാതെ വേറെ ഒരു ശ്രദ്ധയിലും ഇല്ല. ഞാൻ മാത്രം ഇച്ചിരി മാറി വീഡിയോക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം വെയിറ്റിംഗ് വന്ദേ ഭാരതത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളിവിടെ ഇവിടെയാണ് വരുന്നത്, നമ്മളെ സ്റ്റേഷൻ ഇവിടെയാണ്, നമ്മൾ കയറേണ്ടത് ഇവിടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉടനെ വരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും നിൽക്കുകയാണേ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള 25 പേരും ആദ്യമായിട്ടാണ് ന്യൂഡൽഹി കാണുന്നത്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ ഈ യാത്ര വളരെ എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്നത് തന്നെ വളരെ എൻജോയ് ചെയ്താണ് നിൽക്കുന്നത്. वंदे भारत।
ഓ സംഭവം കൊള്ളാം കേട്ടാ, കിടക്കും പൊളി, ഒരു രക്ഷയില്ല. നമ്മളെ സീറ്റെല്ലാം കൊള്ളാം, അടിപൊളിയേ. സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കുന്നിടത്ത് തന്നെ ഇതണ്ടേ, ഇതൊക്കെ ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സംഭവമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ടി വിയും LED TV അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം എല്ലാം സെറ്റാണ്. ഇതെല്ലാം മടക്കാം, അടുത്ത് നമ്മുടെ സീറ്റാണ്, അതുകൊണ്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് മടക്കി വയ്ക്കാം. ഇല്ല നമ്മുടെ സീറ്റാണെങ്കിൽ നമുക്ക് കിടന്ന് പോകാനായിട്ട് ഇതൊക്കെ മടക്കി വയ്ക്കാം കേട്ടോ. കൊള്ളാം, ഒരു നല്ല സെറ്റപ്പ് കൊള്ളാം. പിന്നെ ഇത് അറിഞ്ഞില്ല, നമ്മൾ TV കാണുന്ന പോലെ കാണാം കേട്ടോ, സൈഡ് കൊള്ളാം. എനിക്ക് അതും ഭയങ്കര, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഫസ്റ്റ് ടൈമാണ്, നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞുകൂടാ. എൻ്റെ ഫാമിലി വന്ദേ ഭാരതത്തിൽ ഫസ്റ്റ് ടൈമാണ്. കണ്ടില്ലേ, ഒരു TV കാണുന്ന ഒരു അന്തരീക്ഷം ഇതിലുണ്ട് കേട്ടോ. ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് പതുക്കെയാണ് പോകുന്നത് കേട്ടോ. പോയിക്കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും സ്പീഡിൽ അങ്ങ് പൊക്കോളും. വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് മദ്യം മറന്നിരുന്ന് ഉറങ്ങാൻ കേട്ടോ. ആ ഉറക്കം കാണുമ്പോൾ തന്നെ എനിക്ക് ഉറങ്ങാൻ കൊതിയാവും. ഇതെന്താ, ഇതെന്തിൻ്റെ ബാധ്യെന്നറിയാമോ? ഞെട്ട്. ഇത് കാണുമ്പോഴല്ല എല്ലാവരും എന്നെ ഒന്ന് നോക്കും, എന്തോ ആടെ സംഭവം. പക്ഷെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. എൻ്റെ കൂടെ വന്നവർ എന്നെ ചോദിച്ചു എന്തുവാണ് ഈ സംഭവം എന്ന്. ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരേണ്ട ടൈം ആയപ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരു മിനറൽ വാട്ടർ കൊണ്ട് തന്നു. പിന്നെ താണ്ടെ ഈ ഒരു മിനറൽ വാട്ടർ ആദ്യം കൊണ്ട് തന്നത് കേട്ടാ. പിന്നെ കൊണ്ടുവന്ന ഒരു പ്ലേറ്റിൽ ഈ ഒരു മസാല ചായ ഒരു പൊടിയാണ്. പിന്നെ അത് കലക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കും തന്നു. പിന്നെ ഒരു ബിസ്ക്കറ്റും കൊണ്ട് തന്നായിരുന്നേ. കൊള്ളാം, സാധാരണ ബിസ്ക്കറ്റ്, റൗണ്ട് ബിസ്ക്കറ്റിനുണ്ടല്ലോ, ആരോ ആ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ഈ ചായപ്പൊടി, ഇത്രയേ ഉള്ളൂ. 2 മാത്രമാണ് ആദ്യം കൊണ്ട് തന്നത്. പിന്നെ ഇത് കലക്കി കുടിയായിട്ട് ചൂട് വെള്ളം കൊടുത്ത് നമ്മൾ ചോയ് കൊണ്ട് തരും. അപ്പോൾ ഇത് പൊട്ടിച്ച് അതിനകത്ത് നന്നായിട്ട് കലക്കിയാവും ചായ ആവും, മസാല ചായ. അപ്പോൾ അത് അങ്ങ് മണക്കമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉറക്കം അങ്ങ് ഇല്ലാതാവും, മനസ്സിലായ? പക്ഷേ എനിക്ക് ഉറക്കം ഇല്ലാതിരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഉറങ്ങണം. അപ്പോൾ ആ ഉറക്കത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ മസാല ചായ അവിടെ അങ്ങ് വെച്ച്, എന്നിട്ട് TV കാണുന്ന പോലെ നമുക്ക് ഈ സൈഡിൽ വിൻഡോ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല അടുത്തൊരു സംഭവം, വന്ദേ ഭാരത് എന്ന ചുമ്മാവാ കണ്ടില്ലേ, ഫ്ലൈറ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും. ഇനി ഈ ഫ്ലൈറ്റിൽ എന്താണെന്നൊക്കെ നോക്കണ്ടേ. ഈ സാധനം വെച്ചാലേ അടുത്തേക്ക് നാളെ കഴിക്കാം. പക്ഷെ അവിടെ ഉറക്കമായതുകൊണ്ട് നമുക്ക് നമ്മുടെ സൈഡിലോട്ട് വരാൻ കേട്ടോ. ഇത് എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ഇത് എല്ലാം കാണാൻ നല്ല രസമുണ്ട്. എന്തെങ്കിലും ബിരിയാണി ഇല്ലായിരിക്കുമോ? ഇത് വന്നിട്ട് തൈരാണ് കേട്ടോ, തൈരും. പിന്നെ ഇത് വന്നിട്ട് എന്തോ ഒരു മറ്റേ കേസരി പോലത്തെ ഒരു സാധനം, മധുരമൊന്നുമില്ല. പിന്നെ ഇത് വന്നിട്ട് ഉണ്ടപ്പൊടി ഉണ്ട ഒടിച്ച് ഉരുളക്കിഴങ്ങ് അടിച്ച് ജാമാക്കി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാധനം. രണ്ടും അത് തന്നെ, വേണ്ടെണ്ണ, കുഴപ്പമില്ല.
പിന്നെ ഇത് സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം, ബ്രെഡിൽ എന്തൊക്കെയോ തട്ടി വെച്ചിരിക്കുന്ന സാധനം. പിന്നെ തൈര് ഇത്ര തന്നെ. പിന്നെ ഒരു കേക്ക്. ആൾ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് ആ സൈഡിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഉറക്കണിക്കുമ്പോൾ കൊടുക്കാം. അപ്പോൾ സാൻഡ്വിച്ച് നമുക്ക് ആദ്യം അങ്ങ് കയറ്റാൻ നോക്കാം. കൊള്ളാവുന്ന നോക്കണ്ടേ, വെളുവിളാന്നിരിക്കുന്നു. ഇതാണ് ആ സാൻഡ്വിച്ച്. എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ, ഞാൻ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. സാൻഡ്വിച്ചാണെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ വന്ന എല്ലാവരും ഉറക്കം. സാധനമൊക്കെ കൊള്ളാം കേട്ടോ, സൂപ്പറായിരിക്കും. തൈര് കൊള്ളാം. ഇതിൽ ഏറ്റവും നല്ലതായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് തൈരാണ് കേട്ടോ, സൂപ്പറായിരിക്കും. ഈ സമയത്തെല്ലാം എന്താ അവൻ അടുത്ത് കിടന്ന് അവൻ്റെ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒരേ ഉറക്കമാണ്. ഉറങ്ങിട്ട് വന്ദേ ഭാരതിൻ്റെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രകൃതി ഭംഗി നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാം. അത് നമ്മൾ കാശ്മീരിലോട്ട് കയറി കഴിഞ്ഞാലും ഇതിൻ്റെ വലിയൊരു ഈ വന്ദേ ഭാരതിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെ കേട്ടോ ഈ ഒരു കാഴ്ച. സാധാരണ ട്രെയിനിൽ പോയാൽ ഈ ഒരു ഫീൽ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാം നന്നായിട്ട് ആസ്വദിക്കാം. ഹലോ ഗായ്സ്, നമ്മളിതാ പൊളിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ എവിടെയാണ്? ജമ്മു താവിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ജമ്മു കാശ്മീരിലെ ജമ്മു താവിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളെ ലഗേജ് ഒരുപാട് ലഗേജ് നമുക്ക് എടുക്കാനായിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം എടുത്തിട്ട് നമ്മൾ ജമ്മു താവിയുടെ മെയിൻ എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ ഇവിടേക്കൊന്ന് എങ്ങനെയാണെങ്കിൽ നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടക്കുന്ന ആ ഒരു ഫീലാണ് എനിക്കുള്ളത്. പിന്നെ പുറത്തോട്ട് പോയ ഫീലൊന്നും എനിക്കില്ല. എന്തായാലും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അത്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കി യാത്ര കാണാമേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ നിങ്ങൾ ചെയ്തേക്കുക. അപ്പോൾ എനിക്കെന്തായാലും ഓക്കെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ്. നമ്മളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് പോയിട്ടൊരു പ്ലേസാണ്. നിങ്ങളും പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എൻ്റെ അറിവിലുള്ള എല്ലാവരോടും ഞാൻ പോകാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പോയ ട്രാവൽസിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മളെ കൊണ്ടുപോയത് എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് കാശ്മീർ മൊത്തത്തിൽ കണ്ട് തിരിച്ചു വരാൻ പറ്റിയ ഒരു ട്രാവൽസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും. ചുമ്മാ ഒന്ന് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. റേറ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി പോരെ, അടിച്ച് പൊളിക്കണ്ടേ, ഇങ്ങോട്ട് പോരട്ടെ.